അപ്പോൾ ഞങ്ങളെ തല ഉയർത്തി ഈ സീസൺ അവസാനിപ്പിച്ചു. തലൻ്റെ കളി ഇന്നല്ലേ, തല ഒന്ന് ഉയർത്തും അല്ല. അപ്പം നിങ്ങളെത്ത് തല ഉയർത്തും. ഞങ്ങളുടെ അവസാനത്തെ കളിയിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഇതാ ഞങ്ങൾ എത്തുന്നു. നേരെ പ്ലേ ഓഫൊക്കെ എത്തി. മറ്റേത് മറിച്ചത് നിങ്ങൾ ഈ അടിവാരത്തുള്ളവരൊക്കെ കൂടി ഒരു യോഗം കൂടി നിങ്ങൾ ഈ അടിവാരത്തുള്ളവരൊക്കെ കൂടി ഇങ്ങനെ യോഗം കൂടി 4 കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അടിവാരം തന്നെ. കാരണം അതില് യോഗ്യത എത്താത്തവരൊക്കെ ഒരുപോലെ തന്നെ. വ്യത്യാസത്തിൽ 5ാമത് നിന്നാലും 10ാമത് നിന്നാലും ഒക്കെ ഒരുപോലെ തന്നെ പുറത്തുപോയവര്. അപ്പൊ നിങ്ങളൊക്കെ കൂടി ഒരു യോഗം കൂടിക്കുക. 1ാം സ്ഥാനത്തിനായിട്ട് പോണവരൊക്കെ ഞാൻ തോൽപ്പിച്ചെന്നുള്ളത് മറ്റേ LSC പണി കൊടുത്ത് അങ്ങനെന്തോ ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് അല്ല, അതുകൊണ്ടിപ്പോ എന്താ സംഗതി ഒന്ന് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ആയി. അവരവരുടെ പ്രശ്നങ്ങളൊക്കെ എന്താന്നൊക്കെ മനസ്സിലായി. അടുത്ത കളിയാകുമ്പോഴത്തേനും ശരിയാക്കുക. അല്ലാതെ പ്രൈഡ് കാത്തുകൊണ്ട് പുറത്തായവർക്ക് പ്രൈഡ്. ഞങ്ങളുടെ എന്താണ് അഭിമാനം കാത്ത് അടിപൊളിയായിട്ട് കളിച്ചു, നിങ്ങളെ തോൽപ്പിച്ചു. നിങ്ങൾക്ക് വലിയ വർത്താനമാണല്ലോ. 1ാമതാണ്, 2ാമതാണ്, 3ാമതാണ് തീർത്തു. എന്തൊക്കെയോ ഭാഗ്യക്കേടുകൊണ്ട് ഞങ്ങള് അതായിക്കാരപ്പ പറഞ്ഞു. നിങ്ങളെ എന്തോ ഭാഗ്യത്തിന് ജയിച്ചു കൂട്ടിക്കോളി. ആ സെമി റിസ്വി അടിച്ചുകൊണ്ട് ഇതുവരെ അടിച്ചിട്ടില്ല. ആ CSK കഴിഞ്ഞ കൊല്ലം വലിയ കാര്യത്തിൽ കായും കൊടുത്ത് കൊണ്ടുപോയി. ആ ഒരു അടിയും അടിച്ചാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും വലിയ കാര്യമൊന്നുമില്ല. കളിയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം, എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ഒരു 50 ആദ്യത്തെ 50 ആണോ എന്റെ IPL-ത്തെ എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം. അതാ പറഞ്ഞ ഒരു കാര്യമില്ല. അത് എന്തോ സമയമുണ്ട്, ആ സമയത്ത് ഫോം ആകും. കളി കഴിഞ്ഞ ശേഷം അതായത് ഒക്കെ കഴിഞ്ഞ ശേഷം ഫോം ആകും. എന്തപ്പോ ചെയ്യുന്നു ഞങ്ങളുടെ ടീമിന് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. 5ാമതായത് എന്നാലും അത് പറയും. അതുകൊണ്ടാണ് ടീമിന് പ്രശ്നമുള്ളതുകൊണ്ടാണ് നിങ്ങൾ 5ാമതായത്. ഞങ്ങളുടെ ടീം ഉസാറായതുകൊണ്ടാണ് ഞങ്ങൾ 1ാമതായത്. ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ തുടങ്ങണേ. ഞങ്ങൾ പ്രശ്നങ്ങളൊക്കെ പോയി കണ്ടില്ലേ. ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇവിടെ ഇപ്പൊ ശരിയാക്കും. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു വിഷമമുള്ളൂ. കാരണം ഞങ്ങളെ ചെക്ക ഇന്നലെ എത്ര സുന്ദരമായിട്ടാണ് കളിച്ചത്. കണ്ടില്ല നിങ്ങള്? ശ്രേയസ് അയ്യർ എന്നിട്ട് ഓൺ എടുക്കാൻ പറ്റില്ല. കൊയ്താളം പറഞ്ഞ ആൾക്കാരൊക്കെ ടീമില് ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും. അതാണ് അവസ്ഥ. വേറെ വിഷയങ്ങളാണ് അതൊക്കെ മൊത്തത്തിൽ. അപ്പൊ പിന്നെ അതിന്റെ ഒരു സങ്കടം ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇന്നലെ തോറ്റു കൂട്ടിക്കോളി. അല്ലാതെ അതിൽ കാര്യമൊന്നുമില്ല. അതിന്റെ ഒരു സങ്കടം ഞങ്ങൾക്ക് ചെറുതായിട്ടുണ്ട്. കോയിൻസ് പൊട്ടിച്ചല്ല കണ്ടില്ല നിങ്ങള്? റിസ്വി എപ്പോഴെങ്കിലും കത്തുന്നത് അത് കൂട്ടണ്ട. എല്ലാരും ഫോമാണ്. രാഹുല്, ഡുപ്ലസി റണ്ണറ്റ് അടിച്ചിട്ടുള്ളൂ. മതി, അത് അത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ല അപ്പൊ നിങ്ങള് വലിയ ഉസാർ ടീം ആയതുകൊണ്ടൊന്നല്ല. അടുത്ത സീസൺ കിട്ടാത്തൊരു സാധനമാണ് നേടും. ഇത് കപ്പല്ലേ? പ്ലേ ഓഫിൽ എത്തിയില്ലേക്കല്ലോ. എന്നിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഇപ്രാവശ്യം കിട്ടാത്തത് നേടും എന്ന് പറയും. ഞങ്ങളും RCB ഒക്കെ നേടും എന്ന് പറഞ്ഞാൽ അതിലൊരു ഇതുണ്ട്.